രാധേ രാധേ. ഒരു ബുദ്ധശിഷ്യൻ ഒരു ഗ്രാമത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ്. അദ്ദേഹം ഗ്രാമത്തിൻ്റെ ഇടനാഴികളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു വേശ്യാസ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹത്തിനെ ക്ഷണിക്കുകയാണ്. അല്ലയോ ബുദ്ധസന്യാസി, ഈ വർഷക്കാലം മുഴുവൻ അങ്ങ് ദയവായി എൻ്റെ കൂടെ താമസിക്കണം. അപ്പൊ സന്യാസി ഇത് വിസമ്മതിക്കുമെന്നാണ് ഈ വേശ്യ വിചാരിച്ചത്. പക്ഷെ സന്യാസി വളരെ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, അതിനെന്താണ്, എനിക്ക് നിന്റെ കൂടെ താമസിക്കുന്നതിനോ മറ്റൊരാളുടെ കൂടെ താമസിക്കുന്നതിനോ ഒന്നും ഒരു വിരോധമില്ല. എനിക്ക് 100% സമ്മതമാണ്. പക്ഷേ എൻ്റെ ഗുരു ഉണ്ട്, ശ്രീബുദ്ധൻ. അദ്ദേഹത്തിൻ്റെ അനുവാദം എനിക്ക് വാങ്ങണം. അത് ഞങ്ങളുടെ ചടങ്ങാണ്. എന്ത് ചെയ്യണമെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങണം. അനുവാദം വാങ്ങിയിട്ട് ഞാൻ തിരിച്ചു വരാം നിന്നോടൊത്ത് താമസിക്കാനായിട്ട്. അപ്പോൾ ഉടനെ ഈ വേശ്യാസ്ത്രീ ചോദിച്ചു, അല്ല, ശ്രീബുദ്ധൻ നിങ്ങൾക്ക് അനുമതി തന്നില്ലെങ്കിലോ? അപ്പോൾ പറഞ്ഞു, ശ്രീബുദ്ധൻ അങ്ങനെ അനുമതി തരാതിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സന്യാസി മഠത്തിൽ താമസിക്കുന്നതും വേശ്യാഗൃഹത്തിൽ താമസിക്കുന്നതും രണ്ടിലും എൻ്റെ സ്വാദ് ഒന്നാണെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്തായാലും ഞാൻ ശ്രീബുദ്ധനോട് ചോദിക്കട്ടെ, അതിനുശേഷം മറുപടി പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം സന്യാസികളെല്ലാം ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ശ്രീബുദ്ധന് ചുറ്റും കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഈ ബുദ്ധസന്യാസി വന്നിട്ട് പറഞ്ഞു, ശ്രീബുദ്ധ ഭഗവാനോട് പറഞ്ഞു, ഇന്ന് വളരെ രസകരമായ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ബുദ്ധൻ ചോദിച്ചു, എന്താണത്? ഒരു അതിസുന്ദരിയായ വേശ്യാസ്ത്രീ അവർ വന്നിട്ട് എന്നോട് പറയുകയാണ്, 4 മാസക്കാലം, അതായത് 4 മാസക്കാലം, വർഷക്കാലം എന്ന് പറഞ്ഞാൽ മഴ ടൈമാണ് ആ സമയത്ത്. അപ്പം 4 മാസക്കാലം അവരോടൊത്ത് അവരുടെ വീട്ടിൽ താമസിക്കാമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ശ്രീബുദ്ധൻ ചോദിച്ചു, നീ എന്ത് മറുപടിയാണ് പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ ഗുരു സമ്മതിക്കുമെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നോക്കൂ, ഒരു സന്യാസി ഒരു വേശ്യാസ്ത്രീയെ ഭയപ്പെടുകയാണെങ്കിൽ അയാൾ ഒരിക്കലും ഒരു സന്യാസി ആയിരിക്കുകയില്ല. അതുകൊണ്ട് നീ പൊയ്ക്കൊള്ളൂ. 4 മാസം വരെ നീ ആ വേശ്യാസ്ത്രീയുടെ ഗൃഹത്തിൽ താമസിച്ചുകൊള്ളൂ. മറ്റ് സന്യാസിമാരെല്ലാം ഞെട്ടിപ്പോയി. കാരണം ഈ വേശ്യാസ്ത്രീ അതീവ സുന്ദരിയാണ്. അപ്പൊ വേശ്യാസ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്തെ വേശ്യയെ വെച്ച് അങ്ങനെ അളക്കരുത്. പണ്ടത്തെ കാലത്ത് വേശ്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ അതീവ സുന്ദരിയും രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും മാത്രം വശംവദയാകുന്നവളുമാണ്. സാധാരണക്കാർക്ക് അവരെ ലഭ്യമല്ല. അവർക്ക് അന്ന് സമൂഹത്തിൽ വലിയ ഉയർന്ന പദവിയുമാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു? ഒരു സന്യാസി പറഞ്ഞു, ബുദ്ധ ഭഗവാനെ, ഇത് ശരിയല്ല. ഒരു സന്യാസി വേശ്യയുടെ വീട്ടിൽ താമസിക്കാൻ അങ്ങ് അനുമതി നൽകിയത് തെറ്റാണ്. ഇതൊരു തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കും. അപ്പോൾ ബുദ്ധ ഭഗവാൻ പറഞ്ഞു, ഒരു വേശ്യാസ്ത്രീ ക്ഷണിക്കുമ്പോൾ അവളുടെ വീട്ടിൽ ചെന്നുപോയാൽ അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് എൻ്റെ തീരുമാനത്തിന് മാറ്റമുണ്ടായി ഞാൻ അവളോടൊപ്പം കഴിയേണ്ടി വരുമെന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണ് ഒരു സന്യാസി വേശ്യാസ്ത്രീയുടെ വീട്ടിലേക്ക് പോകാത്തത്. ഇതൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്തില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. ആ വേശ്യാസ്ത്രീ വിജയിക്കുകയും ചെയ്യും. നോക്കൂ, നീയാണ് എൻ്റെ അടുത്ത് അനുമതി ചോദിക്കുന്നതെങ്കിൽ ഞാൻ നിനക്ക് തരത്തില്ല. കാരണം നിന്റെ മനസ്സ് പാകമായിട്ടില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്നോട് വന്ന് പറഞ്ഞത് രസകരമായ ഒരു സംഭവം നടക്കുന്നു എന്നാണ് പറഞ്ഞത്. അവൻ അതിനെ അങ്ങനെയേ കാണുകയുള്ളൂ. ഇനി മറിച്ചായാൽ അത് അവന്റെ വിധിയാണ്. അവൻ അവനോടൊപ്പം താമസിക്കട്ടെ. മനസ്സിന് ഉറപ്പില്ലാത്ത ഒരാള് ഒരിക്കലും സന്യാസത്തിൽ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വേശ്യാസ്ത്രീയുടെ വീട്ടിൽ ബുദ്ധശിഷ്യൻ താമസമാക്കി. ഈ സ്ത്രീ എന്ത് ഭക്ഷണം കൊടുത്താലും ആര് കഴിക്കും? സന്യാസി കഴിക്കും. ഈ സ്ത്രീ
നൃത്തം വയ്ക്കാൻ തുടങ്ങുമ്പോൾ അയാൾ അതിരുന്ന് കാണും. ഈ സ്ത്രീ പാട്ട് പാടുമ്പോൾ വളരെ സന്തോഷത്തോടെ അതിരുന്ന് കേൾക്കും. അവസാനം അർദ്ധനഗ്നയായിട്ട് അവർ നൃത്തം ചെയ്തു. അപ്പൊ അതും നോക്കിക്കൊണ്ടിരുന്നു. വേശ്യാസ്ത്രീയുടെ ഉത്കണ്ഠ വർദ്ധിച്ചു. സാധാരണഗതിയിൽ ഒരു പുരുഷന്റെ മുന്നിൽ താൻ നൃത്തം ചവിട്ടുമ്പോൾ ആ പുരുഷനിൽ കാമവികാരങ്ങൾ ഉണരുന്നത് തനിക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ അർദ്ധനഗ്നയായിട്ട് വരെ നൃത്തം ചെയ്തിട്ടും ഈ സന്യാസിക്ക് യാതൊരു അനക്കവുമില്ല. അവരുടെ ഉത്കണ്ഠ വർദ്ധിച്ചു. മാസങ്ങള് കടന്നു പോവുകയാണ്. ആ സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ആ സന്യാസി ഇതിനകത്ത് വലിയ താല്പര്യം രസവും പ്രകടിപ്പിക്കുന്നില്ല. അവർക്ക് വിരസതയും ഇല്ല. ഈ സന്യാസി ഒരിക്കലും അവളോട് നീ സുന്ദരിയാണ്, ഭംഗിയുണ്ടെന്നും പറഞ്ഞില്ല. അവൾ എന്ത് പ്രവൃത്തി ചെയ്താലും എനിക്കിതിൽ താല്പര്യമില്ല എന്നും പറഞ്ഞില്ല. ഇത് നിർത്തണമെന്നും പറഞ്ഞില്ല. നൃത്തം വയ്ക്കുമ്പോൾ കാണും, പാട്ട് പാടുമ്പോൾ കേൾക്കും. ഒരു ദിവസം നൃത്തം ചെയ്തില്ലെങ്കിൽ ഇന്നെന്താ നൃത്തം ചെയ്യാത്തത് എന്ന് ചോദിക്കുക പോലുമില്ല. ഇത് ഈ വേശ്യാസ്ത്രീയെ വല്ലാതെ അമ്പരപ്പിച്ചു കളഞ്ഞു. കാരണം അവര് വിചാരിച്ചത് ഒരു സന്യാസിയുടെ മുന്നിൽ അർദ്ധനഗ്നിയായി നൃത്തം ചെയ്യുമ്പോൾ സന്യാസി പറയും നിർത്ത് നിർത്ത്, എനിക്കിത് കാണണ്ട എന്ന് പറയും. പക്ഷെ ഇദ്ദേഹം അത് പറയുന്നില്ല, എന്റെ നൃത്തം കാണുന്നു. അങ്ങനെ നൃത്തം കണ്ടാൽ സാധാരണ കാമവികാരം വരും. പക്ഷെ ഈ സന്യാസിയുടെ മുഖത്തൊന്നുമില്ല. 2 മാസം കഴിഞ്ഞപ്പോൾ വേശ്യാസ്ത്രീ സന്യാസിയുടെ കാൽക്കൽ വീണിട്ട് ചോദിച്ചു, എന്താണ് ഇതിന്റെ രഹസ്യം, എന്താണ് ഇതിന്റെ രഹസ്യം, എനിക്ക് ഒട്ടും പിടികിട്ടുന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ രഹസ്യം ഒന്നുമില്ല, നീ നിന്റെ പ്രവൃത്തി ചെയ്യുന്നു, ഞാൻ എന്റെ പ്രവൃത്തി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ അതിന്റെ വ്യത്യാസം. നിന്റെ പ്രവൃത്തി നൃത്തം ചെയ്യുക, ഇങ്ങനെ ഒക്കെ മറ്റുള്ളവരെ ആകർഷിക്കാൻ ശ്രമിക്കുക. എന്റെ പ്രവൃത്തി വേറെ, ഞാനെല്ലാം നിർവികാരനായിട്ട് ഇതിരുന്ന് കാണുന്നു. അങ്ങനെ അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് എന്താണ് ഈ സന്യാസിമാരും മറ്റ് ശിഷ്യന്മാരും ബുദ്ധന്റെ അവര് വന്ന് ശ്രീബുദ്ധനെ സമീപിച്ചിട്ട് പറയാൻ തുടങ്ങി, ഇത് ശരിയല്ല കേട്ടോ, ഞങ്ങൾ അവിടെ ഭിക്ഷയാദിക്കാൻ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച, അവള് ഇയാൾക്ക് മധുരപലഹാരങ്ങൾ വിളമ്പുന്നു, അത് കഴിക്കുന്നു. എന്നിട്ട് വേറൊരു സന്യാസി പറഞ്ഞു, അവൾ അർദ്ധനഗ്നയായി നൃത്തം ചവിട്ടുന്നത് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ ഭിക്ഷ ചോദിക്കാൻ ചെന്നതാണ്. അപ്പൊ ബുദ്ധൻ പറഞ്ഞു, നിങ്ങൾക്കാണിപ്പം മാനസികമായ ഇളക്കം, നിങ്ങൾ എന്തിനാണ് ഈ പാടുപെടുന്നത്? അവിടെ ഇരിക്കുന്ന അവനോ ഇവിടെ ഇരിക്കുന്ന അവന്റെ ഗുരുവായോ എനിക്കും ഇല്ലാത്ത വിഷമം പിന്നെ നിങ്ങൾക്ക് എന്തിനാണ്? അങ്ങനെ മാസങ്ങളെല്ലാം എന്ത് ചെയ്തു, പതുക്കെ പതുക്കെ കടന്നുപോയി. ഈ സന്യാസിമാരാകട്ടെ വല്ലാതെ അസ്വസ്ഥരായി മാറുകയും ചെയ്തു. അങ്ങനെ 4 മാസം കഴിഞ്ഞു. ഈ ബുദ്ധനും ബുദ്ധ ശിഷ്യന്മാരും ഇങ്ങനെ ചുറ്റം കൂടി നിൽക്കുകയാണ്. അപ്പോൾ കാണാം ഉച്ചത്തിലൊരാരവം, ഒരു പറ്റം ജനക്കൂട്ടമുണ്ട്. അവരിങ്ങനെ പറയുകയാണ്, ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി. അതൊരു വലിയ ആരവമായി വരികയാണ്. നോക്കിയപ്പോൾ കാണാം ആ സന്യാസി, അതോടൊപ്പം ആ വേശ്യാസ്ത്രീ കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ട് വരികയാണ്. പിന്നാലെ ഒരു സംഘം ആൾക്കാര്, അവര് ഭക്തിയിൽ ആറാടി വരികയാണ്. അവര് 2 പേരും വന്ന് ശ്രീബുദ്ധന്റെ പാദം നമസ്കരിച്ചു. അപ്പൊ ബുദ്ധൻ ചോദിച്ചു, എന്താ പറ്റിയത്? അപ്പൊ വേശ്യാസ്ത്രീ പറഞ്ഞു, നോക്കൂ, ഞാൻ ഇങ്ങനൊരു മനുഷ്യനെ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ പണമുണ്ട്, അഴകുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്. എൻ്റെ അടുക്കൽ വന്ന് രാജാക്കന്മാർ വരെ മുട്ടുകുത്താറുണ്ട്, പ്രഭുക്കന്മാർ വന്ന് മുട്ടുകുത്താറുണ്ട്. എൻ്റെ ഒരു രാത്രിക്ക് വേണ്ടി അവർ കാത്തു നിൽക്കാറുണ്ട്. അങ്ങനെ സുഖ സമൃദ്ധിയിൽ കഴിയുന്ന എനിക്ക് ഒരിക്കലും പൂർണ്ണ ആനന്ദം ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ മനുഷ്യനാകട്ടെ, ഈ മനുഷ്യന് യാതൊന്നുമില്ല, അന്നം ഭിക്ഷ തണ്ടി ജീവിക്കുന്നു. പക്ഷേ ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ കോടി മടങ്ങ് ആനന്ദമാണ് അനുഭവിക്കുന്നത് എന്ന് മാത്രവുമല്ല, ഞാൻ ഈ മനുഷ്യന്റെ മുന്നിൽ നൃത്തം ചവിട്ടിയിട്ടും എന്തെല്ലാം ചെയ്തിട്ടും അദ്ദേഹത്തിന് അനക്കമില്ല. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, നീ ഈ ചെയ്യുന്ന പ്രവൃത്തി അത് ഞാൻ ഇപ്പൊ അനുഭവിക്കുന്ന ആനന്ദത്തിന്റെ 10,000-ൽ ഒരു അംശമില്ല.
അത്രയ്ക്ക് ആനന്ദത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അവിടുന്ന് എന്തിന് ഞാൻ താഴേക്ക് ഇറങ്ങി വരണം? അല്ലയോ പ്രഭോ ബുദ്ധ ഭഗവാനെ, എനിക്കും ആ ആനന്ദം അനുഭവിക്കണം, എനിക്കും ആ ആനന്ദം അനുഭവിക്കണം. അതുകൊണ്ട് ഇന്നു മുതൽ എന്നെ അങ്ങയുടെ ശിക്ഷയായി സ്വീകരിക്കണം. അപ്പോൾ ബുദ്ധൻ തന്റെ ശിഷ്യനെ വിളിച്ചു പറഞ്ഞു, എനിക്കറിയാമായിരുന്നു ഇത് തന്നെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. മറ്റ് ശിഷ്യന്മാരോടും പറഞ്ഞു, കണ്ടില്ലേ, ഇത് തന്നെയാണ് ഇവൻ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. നോക്കൂ, ഇന്നു മുതൽ ഇവൾ നമ്മുടെ സംഘത്തിലെ സന്യാസിനിയാണ്. അപ്പൊ കൂടി നിന്ന എല്ലാവരും കൂടെ ആരവം മുഴക്കി, ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.